CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തന്റെ പറമ്പിൽ നട്ടുവളർത്തിയ ചന്ദനമരം മുറിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകൻ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഓഫീസിലെത്തി. അട്ടപ്പാടി സ്വദേശി ബെന്നി ലൂക്കയാണ് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയത്. മലപ്പുറം നഗരസഭയിലെ താമരക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്തിന് പരിഹാരം കാണാൻ കൃഷിവകുപ്പ് സംഘം സന്ദർശനം നടത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിലായി നാട്ടുകാരുടെ പ്രത്യേക യോഗങ്ങൾ ചേരും. മണ്ണാർക്കാട് ജ്വല്ലറിയിൽ പട്ടാപ്പകൽ ലഹരി സംഘത്തിന്റെ ആക്രമണം. മണ്ണാർക്കാട് ആശുപത്രിപ്പടിയിലെ കൈരളി ജ്വല്ലറിയിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ സംഭവം നടന്നത്. ആക്രമണത്തിൽ ജ്വല്ലറി ജീവനക്കാരനായ വിനോദിന് മർദ്ദനമേറ്റു. കുമരമുത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ള മീറ്റർ റീഡിംഗ് ജീവനക്കാരുടെ നിയമനത്തിൽ UDF പ്രതിഷേധം. CPM ലോക്കൽ സെക്രട്ടറിയുടെ തീരുമാനപ്രകാരമാണ് ഈ അനധികൃത നിയമനം നടന്നിട്ടുള്ളതെന്ന് UDF ആരോപിച്ചു. UDF ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി. തന്റെ പറമ്പിൽ നട്ടുവളർത്തിയ ചന്ദനമരം മുറിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകൻ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഓഫീസിലെത്തി. അട്ടപ്പാടി സ്വദേശി ബെന്നി ലൂക്കയാണ് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയത്. ഞാൻ എല്ലാ ഫയലുകളും ഇവര് ചോദിച്ച എല്ലാം കൊടുത്തത്. എനിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. 1 വർഷം കഴിഞ്ഞു. ഞാൻ ചത്തിട്ട് എനിക്ക് എന്തിനാ നീതി? എനിക്ക് എന്തെങ്കിലും എന്റെ ജീവിതത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ വേണ്ടേ കിട്ടാൻ. ഒരു മനുഷ്യൻ ദാഹിക്കുന്നുണ്ടെങ്കിൽ അവന് ദാഹം തീർക്കാൻ വെള്ളം കൊടുക്കേണ്ടത് ചത്തിട്ടല്ലോ ആണോ? സർക്കാർ ജോലിക്കാര് എന്തിനാണ് ഇത് കള്ളന്മാര് മോഷ്ടിച്ചോണ്ട് പോയില്ലേ? അവരെന്നെ കൊന്നിട്ട് പോയിരുന്നെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. അതിലും വലിയ പീഡനമാണ് എനിക്ക് ഇവർക്ക് തന്നിരിക്കണം. 1 വർഷമായിട്ട് ഞാൻ മാനസിക പീഡനത്തിലാണ്. ഞാൻ ആത്മഹത്യ ചെയ്യും ഉറപ്പായി എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഈ മഹാത്മാവിന്റെ മുൻപിൽ കിടന്ന് ഞാൻ ചാവും, എനിക്ക് നീതി കിട്ടണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബെന്നി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചത്. അത്രയ്ക്ക് ഞാൻ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു. നടന്ന് ഞാൻ മടുത്തു. എനിക്ക് നീതി കിട്ടണം, ഇല്ലെങ്കിൽ ഈ മഹാത്മാവിന്റെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകും. തരില്ലെന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് DFO ആണ് ഇതിന്റെ മേലധികാരി. പുള്ളി വന്നിട്ടാണ് ഇത് കണ്ടതിന് ശേഷമേ ഇത് എടുക്കാൻ പാടുള്ളൂ പറഞ്ഞത്. ഇത് റേഞ്ച് ഓഫീസർ അടിയന്തരമായിട്ട് ഇത് മുറിച്ചു മാറ്റണം, ഇയാളുടെ ജീവന ഭീഷണിയാണ് ഇതിവിടെ കിടന്നു കഴിഞ്ഞാൽ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് അടിയന്തരമായിട്ട് ഡെപ്യൂട്ടി റേഞ്ചർക്ക് ഓർഡർ കൊടുത്ത് ഇത് മുറിച്ച് അവര് ഡിപ്പോയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതുവരെ ഇവിടെ വന്നപ്പോ എന്റേതാണെന്ന് എന്താ തെളിവ്? DFO എന്നോട് ചോദിച്ചതാ, നിന്റേതാണെന്ന തെളിവ് ഏത് പോർഷനാണെന്ന് വന്നെടുത്ത, ഏത് വണ്ടിയിലാണ് കയറ്റിയത്, എത്ര കിലോ സാധനമുണ്ട് എന്നൊക്കെ ചോദിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. എനിക്ക് നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ പറമ്പിൽ ഇഷ്ടംമാതിരി ചന്ദന മരങ്ങളുണ്ട്. 18, 10 ഇഞ്ച്, 12 ഇഞ്ച്, 20 ഇഞ്ച് ഉള്ള മരങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇത് വീട്ടുമുറ്റത്ത് നിന്നത് കൊണ്ട് അത് കാറ്റിന് വീണപ്പോ അതിന്റെ എന്തെങ്കിലും മൂല്യം കിട്ടുന്ന പറമ്പിലുള്ളതെല്ലാം മോഷണം പോവുകയാണ്. ഒന്നും കിട്ടുന്നില്ല. വീട്ടുമുറ്റത്ത് നിന്നത് വീണപ്പം പോയി അടിയന്തരമായിട്ട് ഇത് മുറിച്ച് നീക്കി എന്നെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ അടിയന്തരമായിട്ട് നടപടി സ്വീകരിച്ചതാണ്. പിന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് കിട്ടണമെങ്കിൽ ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം ഹാജരാക്കണം എന്ന് പറഞ്ഞു. ഇതെല്ലാം ഹാജരാക്കിയിട്ടുണ്ട്. എല്ലാ പേപ്പറുകളും ഞാൻ ഇവിടെ ഹാജരാക്കി. മറയൂർക്ക് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് എനിക്ക് പണം കിട്ടുള്ളൂ. സർക്കാരിന്റെ മൂല്യം അനുസരിച്ച് അതിന് എത്ര രൂപ ഉണ്ടോ അതിന്റെ ആ മൂല്യം കണക്കാക്കിയിട്ട് അതിന്റെ സർക്കാരിന്റെ ടാക്സ് എടുത്തിട്ട് ഇവരുടെ ചെലവും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എനിക്ക് കിട്ടുള്ളൂ. അത് കിട്ടാനാണ് നിങ്ങൾ ഞാൻ 1 വർഷമായിട്ട് നടക്കുന്നത്.
പേപ്പർ കൊടുത്തിട്ടല്ല 6 മാസം കഴിഞ്ഞു. ഇവിടെ ഉണ്ട്, എല്ലാ പേപ്പറുകളും ഇവിടെ ഉണ്ട്. മേഡം ഒന്ന് പരിശോധിച്ചോളൂ. ഏട്ടാ ഒരു സെന്റ് കൂടി ഏകദേശം എത്ര വലിപ്പം ഉണ്ടാവും വല്ല ധാരണ? മരത്തിന്റെ വണ്ണത്തിന്റെ ലിസ്റ്റ് ഇതായി സാറിന്റെ ഏകദേശം എത്ര ഉണ്ടാവും? വണ്ണം 10 എല്ലാം കൂടെ 350 കിലോയുടെ അടുത്തുണ്ട്. മരം മുറിച്ച് പീസുകളാക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഇരിക്കുന്നത് ഒമ്പല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിൽ ആണ് ഈ സാധനം ഇരിക്കുന്നത്. 1 വർഷം കഴിഞ്ഞ് ഇത് ഉപയോഗശൂന്യമായി പോയി കഴിഞ്ഞാൽ സർക്കാരിനും കിട്ടില്ല. ഞാൻ 10-25 വർഷമായി കാത്ത് ആറ്റുനോറ്റ് എനിക്ക് എന്തെങ്കിലും ജീവിതത്തിന് ഉപാധിയാകുമെന്ന് പറഞ്ഞ് ഭീഷണി നേരിട്ട് വളർത്തിയ എനിക്ക് ഒന്നും കിട്ടാതാവൂലേ. 1 വർഷം കഴിഞ്ഞു. തന്റെ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം നീണ്ടുപോകുന്നതിലുള്ള കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു ബെന്നി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡിഎഫ്ഒ കർഷകനുമായി സംസാരിക്കുകയും വിഷയം അടിയന്തരമായി പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകുകയുമായിരുന്നു. കർഷകന്റെ ഉടമസ്ഥാവകാശം കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ചന്ദനമരം മറയൂരിലെ ചന്ദന ഡിപ്പോയിൽ ലേലം ചെയ്ത് അതിൽ നിന്നുള്ള തുക എത്രയും വേഗം അവകാശികൾക്ക് കൈമാറുമെന്നാണ് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്നെ അകത്തേക്ക് വിളിച്ച് ഡിഎഫ്ഒ സാറ് സംസാരിച്ച് എന്നോട് ഉടനടി ഇത് തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇനി 1 മാസത്തിനുള്ളിൽ എനിക്ക് ഇതിന് പെട്ടെന്ന് നടപടി ഉണ്ടാക്കി തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി പോവുകയാണ്. എനിക്ക് നീതി കിട്ടുമെന്ന വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. എനിക്ക് ഉറപ്പായിട്ടും ഇത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CCN മണ്ണാർക്കാട്. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ള മീറ്റർ റീഡിംഗ് ജീവനക്കാരുടെ നിയമനത്തിൽ UDF പ്രതിഷേധം. CPM ലോക്കൽ സെക്രട്ടറിയുടെ തീരുമാനപ്രകാരമാണ് ഈ അനധികൃത നിയമനം നടന്നിട്ടുള്ളതെന്ന് UDF ആരോപിച്ചു. അടിസ്ഥാന യോഗ്യതയോ പരിചയ സമ്പത്തോ ഇവർക്കില്ലെന്നും നേതാക്കൾ. അവിടെ ആരെ നിയമിച്ചാലാണ് അവിടെ ഉത്തരവാദിത്വത്തോടു കൂടെ പഞ്ചായത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടുത്തെ പൊതുജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളെ നിയമിച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ പഞ്ചായത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ നിയമിച്ചിരുന്നത്. അതിലൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ പ്രാദേശികമായോ മറ്റൊന്നും നോക്കാതെ അവിടെ കഴിവുള്ളവനും അതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് UDF ഭരണസമിതി നിയമനം നടത്തിയിരുന്നത്. അടിസ്ഥാന യോഗ്യതയോ പരിചയ സമ്പത്തോ ഇല്ലാത്ത പാർട്ടി അനുകൂലികളെ തിരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചാണ് നിയമന നടപടികൾ നടക്കുന്നതിനിടെ UDF നേതാക്കളും പ്രവർത്തകരും നേരിട്ടെത്തി പ്രതിഷേധം അറിയിച്ചത്. CPM ലോക്കൽ സെക്രട്ടറിയുടെ തീരുമാനപ്രകാരമാണ് ഈ അനധികൃത നിയമനം നടന്നിട്ടുള്ളതെന്ന് UDF ആരോപിച്ചു. നിയമന നടപടികൾ നടന്ന ദിവസം പാർട്ടി സെക്രട്ടറി പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ എത്തിയതിനെ പ്രവർത്തകർ ശക്തമായി ചോദ്യം ചെയ്തു. പഞ്ചായത്ത് ഭരണത്തെ പാർട്ടി ഓഫീസ് നേരിട്ട് നിയന്ത്രിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണിതെന്ന് നേതാക്കൾ പറഞ്ഞു. ഒരു മാനദണ്ഡവുമില്ലാതെ പാർട്ടി ഓഫീസർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇപ്പൊ ഇവിടെ സെക്രട്ടറിയോട് ചർച്ച നടത്താൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഭരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു രാഷ്ട്രീയ CPMന്റെ ഒരു കൂടാരമാക്കാൻ ഒരിക്കലും ഇത് അനുവദിക്കില്ല. ഇതിൽ സത്യത്തിൽ CPIയുടെ മെമ്പർമാർക്കും CPIക്കാർക്കും ഇതിൽ അതൃപ്തിയുണ്ട്. അവരെ നമ്മൾ പേഴ്സണലായിട്ടും മറ്റൊക്കെ കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. പക്ഷെ ഏതായിരുന്നാലും ഇതുപോലെയുള്ള ഒരു ഭരണത്തിന് മുന്നോട്ട് പോകാൻ ഇവിടെ UDF ശക്തമായിട്ട് പ്രതിഷേധിക്കും. ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും എന്നറിയും. നിങ്ങളുടെ അംഗങ്ങളുടെ പ്രതികരണം എന്താണ് ഇതില്? അതായത് എന്തായാലും ബോർഡ് ഒരു കൃത്യം, അതായത് എതിർപ്പ് പ്രകടിപ്പിക്കണം. ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 6 മാസക്കാലത്തായിട്ട് ഭരണസമിതിയുടെ ബോർഡിന്റെ തീരുമാനം ഇവിടെ ഇല്ല. കഴിഞ്ഞ 7 മാസമായി പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതിയുടെ മീറ്റർ റീഡിംഗ് പൂർണ്ണമായും മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇതിനിടെയാണ് മുൻപ് നിയമപരമായി ഈ ജോലി കൃത്യമായി ചെയ്തു വന്നിരുന്ന തൊഴിലാളികളെ നിയമവിരുദ്ധമായി ഭരണസമിതി പിരിച്ചുവിട്ടത്. അവർക്കു പകരം യാതൊരു പ്രവൃത്തി പരിചയവുമില്ലാത്ത അടിസ്ഥാന യോഗ്യതകൾ പോലുമില്ലാത്ത ആളുകളെയാണ് പുതിയ നിയമനത്തിനായി ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തത്. പരിചയക്കുറവുള്ള ആളുകളെ ഇത്തരം ഉത്തരവാദിത്വപ്പെട്ട ജോലികളിൽ നിയമിക്കുന്നത് വരും ദിവസങ്ങളിൽ ജനങ്ങളെ കടുത്ത ദുരിതത്തിലാക്കുമെന്നും UDF ചൂണ്ടിക്കാണിച്ചു. പിണറായി വിജയൻ കേരളത്തിൽ എന്താണോ ചെയ്തത് അതുപോലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ ഇവിടുത്തെ സംവിധാനം ആകെ തകർത്ത് സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും അവരുടെ കാര്യങ്ങളും മുഴുവൻ പാടെ തകർത്തുകൊണ്ട് 6 മാസമായി ഈ പഞ്ചായത്തിൽ ഒരു മീറ്റർ റീഡിംഗ് എടുത്തിട്ടില്ല. എത്രത്തോളം ഫണ്ടുകളും കാര്യങ്ങളുമാണ് സാധാരണ ജനങ്ങളുടെ ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംവിധാനവും ഈ ഒരു പഞ്ചായത്തിൽ നടക്കുന്നില്ല. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഉദ്യോഗസ്ഥരുടെ അനവസ്ഥയാണോ? അല്ല. ഭരണസമിതി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പാർട്ടി ഓഫീസ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ വളരെ മാന്യമായാണ് മുൻകാലങ്ങളിലൊക്കെ മെമ്പർമാരുടെ അവരുടെ അഭിപ്രായം കൂടി കണ്ടറിഞ്ഞതിന് ശേഷമാണ് അത്തരം രീതിയിലുള്ള നിയമനങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളത്. മറ്റുള്ള ഇവിടുത്തെ നിയമനങ്ങളൊന്നും ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. തികച്ചും ഒരു കാര്യങ്ങളിലും
ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സമ്പൂർണ്ണ അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിൽ നിലവിൽ സമ്പൂർണ്ണ അനാസ്ഥയാണ് നടക്കുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട കുടുംബശ്രീ വനിതകളെ ഒരു നിയമവും ഇല്ലാതെ പിരിച്ചുവിട്ടു. ഡ്രൈവറെ മാറ്റി, ഇവിടുത്തെ പമ്പ് ഓപ്പറേറ്റർമാരെ മാറ്റി, എയുടെ ഓഫീസിലെ ഒരു ഓവർസിയർ ക്ലർക്കിനെ മാറ്റി. അതൊക്കെ ഒരു നിയമപരമായി അവരുടെ എഗ്രിമെന്റിന്റെ കാലാവധി അവസാനിച്ചപ്പോൾ മാറ്റി. ആരും ചോദ്യം ചെയ്യപ്പെടാൻ വന്നിട്ടില്ല, ചോദ്യം ചെയ്യേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഇത് ഒരു എന്താന്ന് ചോദിച്ചാൽ അവരുടെ ഒരു രാഷ്ട്രീയ വിരോധം, ഒരു തിട്ടൂരം ആണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. അതിനെ ഞങ്ങൾ നിയമപരമായി ചോദ്യം ചെയ്യും. മാത്രമല്ല അത് ബന്ധപ്പെട്ട ഓഫീസുകളിലൊക്കെ പരാതി വെച്ചിട്ടുണ്ട്. അതിന്റെ നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ 6 മാസമായി ഭരണസമിതിക്ക് ഔദ്യോഗികമായി മിനിറ്റ്സ് ബുക്ക് പോലുമില്ല. പഞ്ചായത്ത് ബോർഡ് യോഗങ്ങളിൽ ജനപ്രതിനിധികൾക്കിടയിൽ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളല്ല പുറത്തുവരുന്നത്. മിനിറ്റ്സ് ബുക്ക് കൃത്യമല്ലാത്തതിനാൽ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. CCN മണ്ണാർക്കാട്. കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM ലോക്കൽ സെക്രട്ടറി അയിലക്കര മുഹമ്മദ് അലി. മുൻ ഭരണസമിതിയുടെ കാലത്തെ അനാസ്ഥകൾ പരിഹരിക്കാനാണ് നിലവിലെ ഭരണസമിതി ശ്രമിക്കുന്നതെന്നും നിയമനങ്ങളെല്ലാം നിയമപ്രകാരമാണെന്നും ഭരണസമിതിയും CPM നേതൃത്വവും വ്യക്തമാക്കി. കുമരംപുത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി മുൻകാലങ്ങളിൽ ഏറെ ആക്ഷേപങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണെന്ന് CPM ലോക്കൽ സെക്രട്ടറി അയിലക്കര മുഹമ്മദ് അലി പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി രാഷ്ട്രീയ നിറം നോക്കി നിയമിച്ച 18 മീറ്റർ റീഡർമാർ കൃത്യമായി തുക പിരിച്ചെടുക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്തിന് 72 ലക്ഷം രൂപയുടെ കുടിശ്ശികയാണ് വരുത്തിവച്ചത്. രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ മാത്രം നോക്കി ആളുകളെ തിരഞ്ഞെടുത്തതിന്റെ ദുരന്ത ഫലമാണിത്. ഈ അനാസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് കുടുംബശ്രീ വഴിയാണ് സുതാര്യമായി പുതിയ ആളുകളെ തിരഞ്ഞെടുത്തതും നിയമനം നൽകിയതും. UDF പ്രവർത്തകർ നിരന്തരം പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിൽ ഓഫീസിനകത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചതിനെ തുടർന്നാണ് താൻ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയതെന്നും ലോക്കൽ സെക്രട്ടറി വിശദീകരിച്ചു. ഈ 72 ലക്ഷം രൂപ ഇവിടെ കുടിശ്ശികയായതിന് ഈ കുമരംപുത്തൂരിലെ സാധാരണ ജനം ഇതിന്റെ ഗുണഭോക്താക്കൾ ഉത്തരവാദികളല്ല. കൃത്യമായി പിരിച്ചെടുക്കുന്നതിൽ ആളുകളെ ചുമതലപ്പെടുത്തുന്നതിലും കാണിച്ചിട്ടുള്ള വലിയ വീഴ്ചകൾ രാഷ്ട്രീയ നിറം നോക്കി രാഷ്ട്രീയ മാനദണ്ഡമാക്കി പഞ്ചായത്തിനെ ഉപയോഗപ്പെടുത്തിയതിന്റെ ദുരന്ത ഫലമാണ് 72 ലക്ഷം രൂപ. ഇതിൽ മാറ്റം വരുത്തണം എന്നീ ഭരണസമിതി തീരുമാനിച്ചു. ഈ എല്ലാ പ്രൊസീജറും പാലിച്ച് കുടുംബശ്രീ വഴി 21 ആളുകളെ സെലക്ട് ചെയ്തു. 3 മാസമായി നിരന്തരം ഈ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നതിനെതിരായി ഇവിടെ ഓരോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, ഉദ്യോഗസ്ഥന്മാർ വന്ന് പ്രതിസന്ധിയിലാക്കുക. 3 മാസമായിട്ട് അത് നീണ്ടുപോയി. ഇന്ന് ആ തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കിയതിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, 21 വാർഡുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, ആ 21 ആളുകൾ ഇപ്പോൾ ഈ പഞ്ചായത്തിനകത്തുണ്ട്. നിങ്ങൾ അവരോടൊന്ന് പോയിട്ട് അവരുടെ രാഷ്ട്രീയം ചോദിക്കൂ. അതിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്. ഈ രാഷ്ട്രീയമല്ല നിയോഗിക്കാനുള്ള മാനദണ്ഡം. കുടുംബശ്രീ രംഗത്ത് നല്ല മികവ് പുലർത്തിയിട്ടുള്ള ഊർജ്ജസ്വലതയുള്ള ഈ ദൗത്യം അവരെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയും എന്ന് ബോധ്യമുള്ള ആളുകളെയാണ് അത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതിക്ക് മിനിറ്റ്സ് ബുക്കില്ലെന്ന UDF ആരോപണം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പൂർണ്ണമായും തള്ളി. നിലവിൽ പഞ്ചായത്തിലെ മിനിറ്റ്സ് നടപടികളെല്ലാം പൂർണ്ണമായും സുതാര്യമാണെന്ന് പ്രസിഡന്റ് സ്മിത അറിയിച്ചു. നിലവിൽ ഇപ്പൊ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിലെല്ലാം അപ്പൊ ആരോപണം വരുന്നത് നിങ്ങൾ ഇതുവരെയായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല ആരോപണം എന്ന് പറഞ്ഞത് വെറും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഓരോ ആരോപണങ്ങൾ നടത്താന്നുള്ളത് LDFന്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം പ്രവർത്തനം ഇതുവരെ നടത്തിയിട്ടില്ല. ഇതില് ആരെങ്കിലും വന്ന് മിനിറ്റ്സ് ചോദിച്ചാൽ എടുത്ത് കാണിക്കാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ആ സംഭവം ഉണ്ട്. ക്ലോസ് ചെയ്തിട്ടില്ല. മിനിറ്റ്സ് സംബന്ധിച്ച വിവരങ്ങൾ ആർക്ക് വേണമെങ്കിലും ഓൺലൈനായി K-സ്മാർട്ട് പോർട്ടൽ വഴി പരിശോധിക്കാവുന്നതാണെന്ന് വൈസ് പ്രസിഡന്റ് ഷമീർ വ്യക്തമാക്കി. അല്ല, മിനിറ്റ്സ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും K-സ്മാർട്ട് വഴി പരിശോധിച്ചാൽ അത് ഏത് ഡേറ്റ് വെച്ചാലും എന്തൊക്കെ തീരുമാനം എടുത്തിരിക്കുന്ന പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള സൗകര്യമുണ്ട്. ഈ മിനിറ്റ്സ് അവർ പറയുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് മിനിറ്റ്സ് രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യാതെ പിന്നീട് എഴുതി ചേർക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. ചേട്ടാ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ മിനിറ്റ്സ് പരിശോധിച്ചാൽ അറിയാം അങ്ങനെ ഏത് തീരുമാനമാണ് എന്തായാലും പഞ്ചായത്ത് ബോർഡിൽ എടുക്കുന്ന തീരുമാനം കൃത്യമായിട്ട് അജണ്ട വെച്ചിട്ടാണ് നമ്മൾ K-സ്മാർട്ട് വഴി അജണ്ട വെച്ചിട്ടാണ് അത്തരത്തിൽ അജണ്ട വെക്കുക. ആ അജണ്ടയിൽ തന്നെ അതെടുക്കുന്ന തീരുമാനമല്ല അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. അല്ലാതെ ബോർഡിനകത്ത് അജണ്ട വെക്കാത്തൊരു വിഷയത്തിൽ തീരുമാനം എടുത്തു എന്ന് പറയുന്നത് ശരിയാണ്.
എല്ലാം ഡിജിറ്റലായി ലഭ്യമായിരിക്കെ മിനിറ്റ്സ് ഇല്ലെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും ഭരണസമിതി ചൂണ്ടിക്കാട്ടി. നിലവിൽ നിശ്ചിത കാലാവധി പൂർത്തിയാക്കാത്ത ആളുകളെ ഒഴിവാക്കി പുതിയ ആളുകളെ ചുമതലപ്പെടുത്തിയത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂട്ടായ തീരുമാനപ്രകാരമാണ്. ഇതിൽ യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഈ മീറ്റർ റീഡിംഗ് മേഖലയിൽ ഒരു 75 ലക്ഷത്തിലധികം കുടിശ്ശിക വന്നിട്ടുണ്ട്. അപ്പൊ അത് അടിയന്തരമായിട്ട് പരിഹരിക്കുന്ന ഭാഗമായിട്ട് കുടുംബശ്രീയിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ മീറ്റർ റീഡേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ബോർഡ് കൂടി തീരുമാനിച്ചാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ഭരണസമിതി മുന്നോട്ടു പോകുമെന്നും ഭരണസമിതി അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. CCN മണ്ണാർക്കാട്. മലപ്പുറം നഗരസഭയിലെ താമരക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്തിന് പരിഹാരം കാണാൻ കൃഷിവകുപ്പ് സംഘം സന്ദർശനം നടത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിലായി നാട്ടുകാരുടെ പ്രത്യേക യോഗങ്ങൾ ചേരും. മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ KP സുരേഷ്, ആനക്കയം സീഡ് ഫാം സൂപ്രണ്ട് E ജുബൈൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുംബുല എന്നിവരുടെ നേതൃത്വത്തിലാണ് താമരക്കുഴി ജില്ലാ കളക്ടറുടെ വസതിയുടെ പരിസരം എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത്. നഗരസഭയുടെയും കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് ആഫ്രിക്കൻ ഒച്ചുകളെ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് പദ്ധതി. ഇതിനായി ഒച്ചുകളെ നശിപ്പിക്കാൻ തളിക്കേണ്ട പ്രത്യേക ലായനി കൃഷി വകുപ്പ് സൗജന്യമായി നൽകും. നഗരസഭ ഹെൽത്ത് വിഭാഗം, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ സംയുക്തമായാണ് മരുന്ന് തളിക്കുന്നതിന് നേതൃത്വം നൽകുക. നമുക്ക് ആവശ്യമുള്ള കൃഷി ചെയ്യുന്ന വിളകൾ, ഇപ്പോൾ പച്ചക്കറി പോലെയുള്ള വിളകളിലാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കാണുന്നതെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കോപ്പർ സൾഫേറ്റ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അതല്ല നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയകളിൽ അല്ലെങ്കിൽ നമുക്ക് തൊടികളിൽ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി 60 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കലക്കി സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ മഴ നിൽക്കുന്നുണ്ട്, മഴയുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്പ്രേയും എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കൂട്ടമണ്ണ, കാളമ്പാടി, മണ്ണാർക്കുണ്ട്, താമരക്കുഴി എന്നിവിടങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലായി നാട്ടുകാരുടെ പ്രത്യേക യോഗങ്ങൾ ചേരും. യോഗത്തിൽ ഒച്ചുകളെ ഇല്ലാതാക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ വിദഗ്ധർ വിശദീകരിക്കും. CCN മലപ്പുറം. ശ്രീകൃഷ്ണപുരം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ശേഖരവുമായി 2 യുവാക്കൾ പിടിയിലായി. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 തിരുവാഴിയോട് വെച്ചായിരുന്നു അറസ്റ്റ്. കുറുവട്ടൂർ കുണ്ടുള്ളിപ്പറമ്പ് പച്ചേരി വീട്ടിൽ രാഹുൽ, മണ്ണമ്പറ്റ മലപ്പുറം തൊടി വീട്ടിൽ നിതിൻ എന്നിവരെയാണ് ശ്രീകൃഷ്ണപുരം സബ് ഇൻസ്പെക്ടർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ലഹരിക്കടത്ത് തടയുന്നതിനായി പോലീസ് നടപ്പിലാക്കി വരുന്ന തൂഫാൻ പരിശോധനയുടെ ഭാഗമായി നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ വലയിലായത്. ഇവരിൽ നിന്നും ഏകദേശം 1.170 കിലോഗ്രാം കഞ്ചാവ് പോലീസ് സംഘം കണ്ടെടുത്തു. CCN കടമ്പഴിപ്പുറം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ഭീമനാട് റോഡിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ജംഗ്ഷന് സമീപം എംസാൻഡ് കയറ്റി വന്ന ടിപ്പർ ലോറി അപകടത്തിൽപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ടോടെ പെയ്ത കനത്ത മഴയ്ക്കിടയിലാണ് സംഭവം. നിയന്ത്രണം വിട്ട് ലോറി റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ തട്ടിയാണ് നിന്നത്. അലനല്ലൂർ ഭാഗത്തേക്ക് എംസാൻഡുമായി പോവുകയായിരുന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം എതിർദിശയിൽ നിന്നും വന്ന മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡരികിലെ ആഴമേറിയ ചാലിലേക്ക് ലോറിയുടെ ടയറുകൾ പൂഴ്ന്നു പോവുകയായിരുന്നു. വേനൽക്കാലത്ത് ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടിയെടുത്ത ചാലുകൾ കൃത്യമായ മുൻകരുതലുകളോ സുരക്ഷാ മാനദണ്ഡങ്ങളോ പാലിക്കാതെയാണ് മൂടിയതെന്ന ശക്തമായ ആക്ഷേപം നാട്ടുകാർക്കുണ്ട്. മഴ പെയ്തതോടെ ഈ ഭാഗം കൂടുതൽ ഇടിയുകയായിരുന്നു. നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ വൈദ്യുത പോസ്റ്റിൽ തട്ടിയാണ് നിന്നത്. പോസ്റ്റിന് താഴെ മതിലിനോട് ചേർന്ന് നിരവധി വീടുകളുണ്ട്. CCN ചത്തല്ലൂർ. മണ്ണാർക്കാട് ജ്വല്ലറിയിൽ പട്ടാപ്പകൽ ലഹരി സംഘത്തിന്റെ ആക്രമണം. മണ്ണാർക്കാട് ആശുപത്രിപ്പടിയിലെ കൈരളി ജ്വല്ലറിയിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ സംഭവം നടന്നത്. ആക്രമണത്തിൽ ജ്വല്ലറി ജീവനക്കാരനായ വിനോദിന് മർദ്ദനമേറ്റു. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ജ്വല്ലറിയിലെ സ്വൈപ്പിംഗ് മെഷീൻ വഴി പണം നൽകണമെന്ന് ലഹരിക്കടിമപ്പെട്ട നിലയിലെത്തിയയാൾ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ നിയമവിരുദ്ധമായ ഈ ആവശ്യം ജീവനക്കാർ നിരസിച്ചതാണ് അക്രമത്തിന് കാരണമായത്. ഇന്നലെ ഒരു 4 മണിക്ക് ഒരുത്തൻ മദ്യപിച്ച് കടയിൽ കയറി വന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ തെറി പറയലും അങ്ങനെ കയ്യേറ്റം കയറും ചെയ്തു. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. കുറെ ശ്രമിച്ചു അവനെ വീണ്ടും
അറ്റാക്ക് ചെയ്തിട്ടാണ് ആള് ഇറങ്ങിപ്പോയത്. ഞങ്ങൾ ഇവിടെ വിളിച്ച ആളുകൾ എത്തിയപ്പോഴേക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഈ സമയം ജ്വല്ലറി ഉടമ ബാബു സ്ഥലത്തുണ്ടായിരുന്നില്ല. ലഹരിയിലായിരുന്ന പ്രതി അകത്തു കയറി വിനോദിനെ മർദ്ദിക്കുമ്പോൾ ഒപ്പമുണ്ടായിരുന്നയാൾ ജ്വല്ലറിയുടെ വാതിൽ അടച്ചുപിടിച്ച് പുറത്തുനിന്നവർ അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തു. അക്രമത്തിൽ ജ്വല്ലറിയിലെ ഫർണിച്ചറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു 4:45 ടൈമിലാണ് അവൻ കയറുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ഷോപ്പിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ അവൻ കയറി വന്നിട്ട് കുറച്ച് പൈസ വേണം, ക്രെഡിറ്റ് കാർഡ് ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ സ്വാപ്പ് മെഷീൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവനത് അംഗീകരിക്കാൻ പറ്റിയില്ല. അത് അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ, എന്താ ഇവിടെ ഇല്ലാത്തത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പുറത്തുള്ളത് ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ, ഇവിടെ ഉള്ളത് അവിടെ ഉണ്ടായിക്കൊള്ളണമെന്ന് ചോദിച്ചു. അതിൽ കുറെ തെറി പറഞ്ഞിട്ട് പിന്നെ എന്നെ അടിച്ചു. പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴാണ് അടിച്ചത്. അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ 2-3 പ്രാവശ്യം അടിച്ചപ്പോ ഞാൻ തടഞ്ഞു. പിന്നെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ഇതാക്കി. അയാളെ മുൻപ് അറിയോ നിങ്ങള്? നമ്മൾ ഇവിടെ വരാറുള്ള ആളായിരുന്നു. അപ്പൊ കുറെ ആയിട്ട് വരാറില്ല. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ജ്വല്ലറിയിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. പോലീസ് ആശുപത്രിയിലെത്തി പരിക്കേറ്റ വിനോദിന്റെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു. ലഹരിക്കടത്തിനെതിരെ പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടയിലും ടൗണിന് നടുവിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതീവ ഗൗരവമുള്ളതാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി ആവശ്യപ്പെട്ടു. CCN മണ്ണാർക്കാട്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനങ്ങളിൽ ആദിവാസി സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥകൾ കാണാതെ പോയെന്ന് ആദിവാസി ഐക്യവേദി സംസ്ഥാന കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇക്കാര്യത്തിൽ UDF സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പക്ഷെ ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആദിവാസികളെ ടൗണിലേക്ക് പുനരധിവസിപ്പിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് അവരുടെ ജീവിത രീതി വേറെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തൊഴിൽ വനവിഭവങ്ങൾ തന്നെ ശേഖരിക്കാനും അത് നല്ല വിലയ്ക്ക് കൊടുക്കാനുള്ള സംരംഭങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഞങ്ങൾക്ക് തൊഴിൽ പറയുന്നത് കൂലിപ്പണിയാണ്. നമുക്കറിയാം അന്യദേശ സംസ്ഥാന തൊഴിലാളികൾ വന്നതിന് ശേഷം ഇവിടെ അവർ വളരെ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുമ്പോൾ നമ്മൾ പോലുള്ള സാധാരണക്കാർക്ക് അതില്ല. അപ്പോൾ അത് നമുക്ക് തടസ്സപ്പെട്ടു. മൂന്നാമതായി നമുക്ക് ജീവിക്കാനുള്ളത് സർക്കാർ ജോലിയാണ്. ഇന്ന് ഓരോ കുടുംബത്തിലും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഡിഗ്രി PG കഴിഞ്ഞ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളിലേക്ക് പോയ കുട്ടികളെല്ലാം ഇന്ന് വീട്ടിൽ തൊഴിലുറപ്പ് പദ്ധതി ചെയ്തിരിക്കുക. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ പിണറായി സർക്കാർ പട്ടിക വിഭാഗങ്ങളോട് കടുത്ത അവഗണനയാണ് കാണിച്ചത്. എന്നാൽ വരാനിരിക്കുന്ന UDF സർക്കാരിൽ നിന്നും ഈ വിഭാഗങ്ങളോട് ആത്മാർത്ഥമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പട്ടിക വിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന തൊഴിൽ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ആദിവാസി സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാനും എല്ലാ ജില്ലകളിലും അദാലത്തുകൾ സംഘടിപ്പിക്കാനും സർക്കാർ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര നിലമ്പൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രാജൻ, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നിലമ്പൂർ നിയോജക മണ്ഡലം നേതാവ് സുധീഷ്, ആദിവാസി ഐക്യവേദി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബിജു, ജില്ലാ ട്രഷറർ ഷീല എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ബാലചന്ദ്ര കാങ്കെ മലപ്പുറത്ത് ഭാരത ദർശനം ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Similarly, Maharashtra also was developed from Nizam state, from Vidarbha, that is the part of Madhya Pradesh, CP and Berar, not even Madhya Pradesh, and Bombay province, which was, Gujarat was included in Bombay province, but Maharashtra was separated from them, and all 3 regions came together under the leadership of the communists who formed the linguistic state agitation. So like that, Andhra Pradesh also was brought, Telangana also was brought, linguistic formulation. It is only BJP which never supported this kind of agitations, and they are for smaller states. Why? മലപ്പുറത്ത് K ദാമോദരൻ സ്മാരക ട്രസ്റ്റും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മലപ്പുറം ജില്ലാ കൗൺസിലും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ട്രസ്റ്റ് ചെയർമാനും CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ PP സുനീർ MP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന സെഷനിൽ മാർക്സ് ദാമോദരൻ ഇടതുപക്ഷം എന്ന വിഷയത്തിൽ ഡോക്ടർ TT ശ്രീകുമാറും മാർക്സിസം സിദ്ധാന്തവും പ്രയോഗവും എന്ന വിഷയത്തിൽ ഡോക്ടർ AM ഷിനാസും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വൈകിട്ടു നടന്ന സെഷനുകളിൽ പശ്ചിമേഷ്യയിലെ സംഘർഷവും ലോക സമാധാനവും എന്ന വിഷയത്തിൽ ജനയുഗം എഡിറ്ററും CPI
സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ രാജാജി മാത്യു തോമസും ഇന്ത്യ എന്ന ആശയം എന്ന വിഷയത്തിൽ ഡോക്ടർ PP അബ്ദുൾ റസാഖും സംസാരിച്ചു. CCN മലപ്പുറം. എഡെക്സ് കേരള സൂപ്പർ കപ്പ് അണ്ടർ 18 ഫുട്ബോൾ ടൂർണമെന്റിന്റെ 2ാം പതിപ്പിന് ജൂലൈ 10 തുടക്കമാകും. മോങ്ങങ് ലിറ്റിൽ ഇന്ത്യ സ്കൂൾ മൈതാനമാണ് ഈ ആവേശ പോരാട്ടങ്ങൾക്ക് വേദിയാകുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ, മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ, റിയൽ മലബാർ FC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ജൂലൈ 10 വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ കേരളത്തിന്റെ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ റിയൽ മലബാർ FC അരീക്കോടിനെ നേരിടും. 16 പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും. കേരളത്തിലെ അണ്ടർ 18 വിഭാഗത്തിലെ ഏറ്റവും മികച്ച 16 ടീമുകളാണ് ഇത്തവണ സൂപ്പർ കപ്പിൽ കിരീടത്തിനായി പോരാടുന്നത്. പൂർണ്ണമായും നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തന്റെ പറമ്പിൽ നട്ടുവളർത്തിയ ചന്ദനമരം മുറിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകൻ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഓഫീസിലെത്തി. അട്ടപ്പാടി സ്വദേശി ബെന്നി ലൂക്കയാണ് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയത്. മലപ്പുറം നഗരസഭയിലെ താമരക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്തിന് പരിഹാരം കാണാൻ കൃഷിവകുപ്പ് സംഘം സന്ദർശനം നടത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിലായി നാട്ടുകാരുടെ പ്രത്യേക യോഗങ്ങൾ ചേരും. മണ്ണാർക്കാട് ജ്വല്ലറിയിൽ പട്ടാപ്പകൽ ലഹരി സംഘത്തിന്റെ ആക്രമണം. മണ്ണാർക്കാട് ആശുപത്രിപ്പടിയിലെ കൈരളി ജ്വല്ലറിയിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ സംഭവം നടന്നത്. ആക്രമണത്തിൽ ജ്വല്ലറി ജീവനക്കാരനായ വിനോദിന് മർദ്ദനമേറ്റു. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ കുടിവെള്ള മീറ്റർ റീഡിംഗ് ജീവനക്കാരുടെ നിയമനത്തിൽ UDF പ്രതിഷേധം. CPM ലോക്കൽ സെക്രട്ടറിയുടെ തീരുമാനപ്രകാരമാണ് ഈ അനധികൃത നിയമനം നടന്നിട്ടുള്ളതെന്ന് UDF ആരോപിച്ചു. UDF ഉന്നയിച്ച ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.